നമസ്കാരം. ഇൻഫോടെക്കിലേക്ക് സ്വാഗതം. ക്ഷേത്ര ഫണ്ടുകൾ, ആസ്തികൾ, ധാർമ്മിക സ്ഥാപനങ്ങൾ എന്നിവ സംരക്ഷിക്കുന്നതിനായി ധർമ്മരക്ഷാ ബോർഡ് രൂപീകരിക്കണമെന്ന് ആന്ധ്രാപ്രദേശ് ഉപമുഖ്യമന്ത്രിയും ജനസേന പാർട്ടി മേധാവിയുമായ പവൻ കല്യാൺ ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഹിന്ദുവിശ്വാസികൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയത്. ക്ഷേത്രം പണം ആഗിരണം ചെയ്യുന്നത് അത്യാന്തിക പാപമാണ്. ഇത് ചാണക്യൻ പറഞ്ഞ തത്വമാണ്. സർക്കാർ ഒരു നിയന്ത്രണ സ്ഥാപനമാണ്, അധികാര സ്ഥാപനമല്ല. ക്ഷേത്രത്തിന്റെ ഫണ്ട് സ്വീകരിക്കാൻ നിർമ്മിച്ച ഒരു സ്ഥാപനമല്ല. പക്ഷേ പ്രശ്നം ഫണ്ടുകളാണ്. അത് സംസ്ഥാന ഖജനാവിലേക്ക് പോയാൽ പ്രശ്നമുണ്ട്. അതാണ് ഞാൻ കരുതുന്നത്. ഒരു ക്ഷേത്രത്തിന്റെ പണം എടുത്താൽ അത് ക്ഷമിക്കാൻ കഴിയില്ല. അത് അത്യാന്തിക പാപമാണ്, അദ്ദേഹം പറഞ്ഞു. ക്ഷേത്രങ്ങളിൽ അർപ്പിക്കുന്ന പണം ആയത്തിലുള്ള ആത്മീയവും വൈകാരികവുമായ ഭാരം വഹിക്കുന്നതാണ്. അത്തരം ഫണ്ടുകൾ ദുരുപയോഗം ചെയ്യുന്നത് അനാവശ്യമായ പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകാം. ആരെങ്കിലും ക്ഷേത്രപ്പണം തൊട്ടാൽ അത് അവരെ നശിപ്പിക്കും. അത് ഒരുപാട് മാനസിക ഊർജ്ജത്തോടെയാണ് വരുന്നത്. അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഒടുവിൽ അത് നിങ്ങളെ ബാധിക്കും. അതിനാൽ ക്ഷേത്രത്തിൽ നിന്ന് ശേഖരിക്കേണ്ട പണം സർക്കാരുകൾ എടുത്തിരിക്കുമ്പോൾ ആ സ്ഥലങ്ങൾ മികച്ച സ്ഥലമാക്കുക എന്ന ധാർമ്മിക ലക്ഷ്യത്തിനായി അത് ഉപയോഗപ്പെടുത്തണം, അദ്ദേഹം പറഞ്ഞു. ഭാരതത്തിൽ വളരെ വൈകി പ്രവേശിച്ച ഇസ്ലാമിന് അതിന്റെ സ്വത്തുക്കൾ സംരക്ഷിക്കാൻ ഒരു വഖഫ് ബോർഡ് ഉണ്ടാക്കണമെങ്കിൽ ഹിന്ദുക്കൾക്ക് സമാനമായ ഒരു ബോർഡ് എന്തുകൊണ്ട് രൂപീകരിച്ചുകൂടാ എന്ന ഈ നിയമം ഭാരതത്തിലുടനീളം നടപ്പിലാക്കണം. സർക്കാർ മേൽനോട്ടവും ധാർമ്മിക പ്രതിനിധികളും സംയോജിപ്പിക്കുന്ന ഒരു നിയന്ത്രണ സ്ഥാപനം, അതാണ് ഞാൻ നോക്കുന്നത്. ക്ഷേത്ര സ്വത്തുക്കൾ സംരക്ഷിക്കുന്നതിനും സുതാര്യമായ ഫണ്ടിന്റെ വിനിയോഗത്തിന്റെ മേൽനോട്ടം വഹിക്കുന്നതിനും പുണ്യസ്ഥലങ്ങളുടെ ആത്മീയ സമഗ്രത ഉറപ്പാക്കുന്നതിനും അത്തരമൊരു ബോർഡിന് അധികാരം നൽകണം. സ്വന്തം നാട്ടിൽ ഹിന്ദുക്കൾ അനാഥരെ പോലെ തോന്നരുത്. ക്ഷേത്രസമ്പത്ത് സംരക്ഷിക്കപ്പെടുന്നുണ്ടെന്നും സനാതന മൂല്യങ്ങൾ ബഹുമാനിക്കപ്പെടുന്നുണ്ടെന്നും ഉറപ്പാക്കാൻ ആന്ധ്രാപ്രദേശിന് മാത്രമല്ല ഇന്ത്യയിലുടനീളം ഒരു സനാതന ധർമ്മ രക്ഷാ ബോർഡ് അത്യാവശ്യമാണ്. ഒരു രാഷ്ട്രീയ നേതാവെന്ന നിലയിൽ അത് വളരെയധികം പ്രത്യാഘാതങ്ങൾക്ക് കാരണമായേക്കാം. പക്ഷേ എനിക്ക് ആ പ്രത്യാഘാതങ്ങൾ അനുഭവപ്പെടുന്നില്ല. ഒരു മാറ്റം വരുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു, പവൻ കല്യാൺ പറഞ്ഞു.